മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വീണ്ടും മാത്യു കുഴൽനാടൻ. CMRLന്റെ കമ്പനിയായ KREMLന് അനുവദനീയമായതിലും കൂടുതൽ ഭൂമി കൈവശം വയ്ക്കാനായി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു എന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഇതിനായി ഭൂപരിഷ്കരണ നിയമത്തിൽ വരെ ഭേദഗതികൾ വരുത്താനായി മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖകളും മാത്യു പുറത്തുവിട്ടു. CMRL കമ്പനി രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകിയ 135 കോടി രൂപയിൽ സിംഹഭാഗവും ലഭിച്ചത് പിണറായി വിജയനാണെന്നും അത് 100 കോടിയോളം വരുമെന്നും മാത്യു കുഴൽനാടൻ. യഥാർത്ഥ അഴിമതി എന്ന് പറയുന്നത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള 135 കോടിയുടെ സിംഹഭാഗവും ഞങ്ങൾ നൽകിയത് PV എന്ന പിണറായി വിജയനാണെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് യഥാർത്ഥ കൾപ്രിറ്റ്, യഥാർത്ഥ അഴിമതി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. സിംഹഭാഗം പണം വാങ്ങിയതും 100 കോടിയോളം രൂപ വാങ്ങിയിട്ടുള്ളത് പിണറായി വിജയൻ. ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് മകളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് വോൺ അപ്പ്. മുഖ്യമന്ത്രി, നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത്, നിങ്ങളാണ് പണം വാങ്ങിയത്, നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ്. നിങ്ങൾ ആർക്ക് നൽകി, എവിടെ നൽകി, ആർക്ക് കൊടുത്തു എന്നറിയില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ചു കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായി കാഴ്ചക്കാരനെ നിൽക്കണ്ടല്ലോ. യു ഹാവ് ഡൺ എവറിത്തിങ്. എല്ലാം ചെയ്ത് നിങ്ങളാണ്. ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഹരി, എല്ലാം ചെയ്തത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി അത് തുറന്നു പറയണമെന്നാണ് മാത്യു കുഴൽനാടൻ MLA പറയുന്നത്. തെളിവുകൾ സഹിതമാണോ ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്? എന്തൊക്കെ വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം? അമൃത, പ്രധാനമായിട്ടും 2 തരം കാര്യങ്ങളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇത്ര നാളും ഉയർത്താതെ ഇപ്പോൾ ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ CMRL കമ്പനി, അതായത് കരുവണൽ കമ്പനിയായിട്ടുള്ള CMRL വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കായി നൽകിയിട്ടുള്ള 135 കോടി രൂപയിൽ 100 കോടിയോളം രൂപ കൈവശപ്പെടുത്തിയത് അല്ലെങ്കിൽ നേടിയത് PV എന്ന് പറയുന്ന പിണറായി വിജയനാണെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുണ്ട് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരിക്കുന്നത്. ഇത്ര നാളും ഇത്തരത്തിൽ 100 കോടിയോളം രൂപയുടെ ഒരു ആരോപണം വന്നിരുന്നില്ല. 1.72 കോടി രൂപയുടെ കാര്യം മാത്രമാണ് ഇത്ര നാളും ചർച്ചയായിരുന്നത്. ഇന്നാണ് ഒരു 100 കോടി രൂപ എന്നുള്ള ഒരു ആരോപണത്തിലേക്ക് മാത്യു കുഴൽനാടൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി മാത്യു കുഴൽനാടൻ വിശദീകരിച്ചിരുന്നത് കൂടുതൽ സാങ്കേതികതയാണുള്ളത്. അതായത് ഈ CMRLന്റെ സഹോദര സ്ഥാപനമാണ് KREML എന്ന് പറയുന്നത്. KREMLന് തോട്ടപ്പള്ളിയിൽ ഒരു 66 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ഈ 66 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തി വെക്കാൻ KREMLന് അവകാശമില്ല. കാരണം അവിടെ 15 ഏക്കർ ഭൂമി മാത്രമേ കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ചട്ടപ്രകാരം അതിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഇത് മറികടക്കാൻ വേണ്ടി പ്രത്യേകമായി KREML സർക്കാരിന് അപേക്ഷ നൽകി. ഈ അപേക്ഷ ആദ്യഘട്ടത്തിൽ ജില്ലാ ലാൻഡ് ബോർഡ് സമിതി ഇത് തള്ളുകയുണ്ടായി. ഇത് തള്ളിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ ഒരു അപേക്ഷ KREML, അതായത് CMRLന്റെ സഹോദര സ്ഥാപനം നൽകി. അന്ന് മുഖ്യമന്ത്രി നേരിട്ട്, അതായത് 2022 മുഖ്യമന്ത്രി നേരിട്ട് ഇതിൽ ഇടപെട്ടു. ഈ ഫയൽ വിളിച്ചു വരുത്തി. ഒപ്പം തന്നെ ഇതിന്റെ ഭൂപരിഷ്കരണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചു. അതിന്റെ മിനിറ്റ്സ് രേഖകളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗം വിളിച്ചതിന്റെ മിനിറ്റ്സ് രേഖകൾ. അപ്പോൾ ഭൂപരിഷ്കരണ ചട്ടത്തിൽ വരെ ഭേദഗതി വരുത്തിക്കൊണ്ട് CMRLനെ നേരിട്ട് സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്നാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. അങ്ങനെ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായി 15 ഏക്കർ ഭൂമി മാത്രം കൈവശപ്പെടുത്താം എന്നുള്ള ഒരു കാര്യം മാറ്റിവെച്ചുകൊണ്ട് 51 ഏക്കർ ഭൂമി KREMLന് കൈവശം വെക്കാം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറി എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. അതായത് 15 ഏക്കറിൽ നിന്ന് 51 ഏക്കറിലേക്ക് 66 ഏക്കർ ഭൂമിയുള്ള KREMLന് 51 ഏക്കർ ഭൂമി കൈവശം വെക്കാം എന്നുള്ള നിലയിലേക്ക് ജില്ലാ ലാൻഡ് ബോർഡ് സമിതി ഇതിന് അംഗീകാരം നൽകി, അല്ലെങ്കിൽ സർക്കാരിലേക്ക് ശുപാർശ നൽകി എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. ഇതിന് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടത്തിൽ ഈ ജില്ലാ സമിതി തള്ളിയ കാര്യം. അതായത് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത് തള്ളുകയുണ്ടായി. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ കാര്യം പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെ നൽകാം, 51 ഏക്കർ ഭൂമിക്ക് എക്സംഷൻ നൽകാം എന്നുള്ള കാര്യം ശുപാർശ സർക്കാരിലേക്ക്, അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലേക്ക് നൽകിയത് ഈ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നുള്ള
എന്നുള്ളതാണ് മാത്യു കൊളനാടൻ ആരോപിക്കുന്ന ഒരു കാര്യം. അതായത് ഭൂപരിഷ്കരണ നിയമത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് വെള്ളം ചേർത്തു എന്നുള്ളതാണ് മാത്യു കൊളനാടൻ ആരോപിക്കുന്ന ഒരു കാര്യം. അതായത് മാത്യു എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, അതായത് വീണ വിജയന് എതിരെയാണ് ഇത്രയും ദിവസവും ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു പരിഹാസ രൂപേണയാണ് അദ്ദേഹം പറഞ്ഞത്. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ സമൂഹം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പിതാവെന്ന നിലയിൽ പിണറായി വിജയൻ അതിന് അനുവദിക്കരുത്. അദ്ദേഹം രംഗത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം എന്നുള്ള രീതിയിൽ പരിഹാസ രൂപേണയാണ് മാത്യു കൊളനാടൻ മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് സംസാരിച്ചത്. എന്തായാലും ഇതിന്റെ പാർട്ട് 3 എന്നുള്ള നിലയ്ക്കാണ് മാത്യു കൊളനാടൻ ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയൊരു പാർട്ട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് വെയിറ്റ് ആൻഡ് സീ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അമൃത. ശരി, ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.